നമസ്കാരം പ്രിയപ്പെട്ടവരെ. അല്ല, എവിടെ ആയിരുന്നു? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ആരാണെന്നല്ലേ? നിങ്ങളല്ല കേട്ടോ. ഈ കേരളത്തിലെ ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മരവാണമുണ്ടല്ലോ, കാസായുടെ കൂസൻ എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ചെറ്റ. ഇവനെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു. 2025 എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങോട്ട് അവസാനിച്ചു. നമ്മൾ 2026 കാലെടുത്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഈ ഒരു വർഷമെങ്കിലും നല്ലതാവട്ടെ എന്നാണ് പ്രാർത്ഥന. കാരണം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും ക്രൈസ്തവ സമൂഹവും ഏറ്റുവാങ്ങിയിട്ടുള്ള പീഡനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ 2025 അപ്പോൾ ഈ 2026 കടക്കുമ്പോഴെങ്കിലും അതിനൊക്കെ ഒരു ശമനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പം ഇവനെ ഞാനിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഈ ക്രൈസ്തവ സമൂഹം നല്ല രീതിയിൽ ഇരുന്ന് അവരുടെ പ്രാർത്ഥന നിർവഹിക്കാൻ പറ്റാതെ, ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാതെ അടികൊണ്ട് ഓടുമ്പോഴൊന്നും ഈ ഊളേനെ നമ്മൾ എവിടെയും കണ്ടില്ല. ഇതെല്ലാം ഒന്ന് കെട്ടടങ്ങുമ്പോഴത്തേക്ക് ഇവൻ ഏതെങ്കിലും ഒരു ഇസ്ലാമിന്റെ നെഞ്ചത്തേക്ക് കൊണ്ടുവെക്കാൻ വേണ്ടി കുറെ കാര്യങ്ങളായിട്ട് വരുമെന്നുള്ളത്. അൻസാരി സുഹൈരി ഉസ്താദ് എന്ന് പറയുന്ന ഒരു മതപണ്ഡിതൻ, അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഇന്നിവിടെ പല ആളുകൾക്കും കൊള്ളേണ്ടടുത്ത് കൃത്യമായിട്ട് കൊള്ളുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാളകൂട വിഷമാണ് ഈ കാസ കൂസന്റെ കെവിൻ പീറ്റർ എന്ന് പറയുന്ന ഈ ഒരു ഊള. സത്യത്തിൽ ഇവരുടെ പേര് പറയാൻ പോലും നമ്മൾ അറയ്ക്കുന്നു എന്നുള്ളതാ. ഇവിടുത്തെ സംഘപരിവാറിനെക്കാട്ടിലും കൂടിയ ഇനമാണ് ഇവൻ. അവരെനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒക്കെ മയം ഉണ്ടെന്ന് തോന്നുന്നു. അതിനേക്കാളൊക്കെ കാളകൂട വിഷമായിട്ടുള്ള ഈ വൃത്തികെട്ടവൻ ഇപ്പം അൻസാരി സുഹൈരി ഉസ്താദിന് ഒരു മറുപടിയായിട്ട് വന്നിട്ടുണ്ട്. അൻസാരി ഉസ്താദിനൊക്കെ മറുപടി കൊടുക്കാൻ നീ അങ്ങോട്ട് ആയിട്ടില്ല, നീ അതിന് കുറച്ചും കൂടെ ഒന്ന് മൂക്കണം. കാരണം സംഘപരിവാറിൽ നിന്നും ഇനിയും നിനക്ക് കിട്ടാനുണ്ട് കുറച്ചുകൂടെ. അതൊക്കെ തിന്ന് കുറച്ചുകൂടെ ഒന്ന് കൊഴുത്തിട്ട് നീ അൻസാരി ഉസ്താദിന്റെ നെഞ്ചത്തേക്ക് കയറാൻ വന്നാൽ മതി എന്നാണ് എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. അപ്പോൾ നമ്മുടെ മറ്റൊരു സഹോദരനും ഇതിന് കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അൻസാരി സുഹൈരി ഉസ്താദ് എന്താണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനെതിരെ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഇവിടുത്തെ ഹൈന്ദവ മത വിശ്വാസികൾക്കെതിരെ പറഞ്ഞിട്ടുള്ളത്? അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള മതവിദ്വേഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും അന്യ മതത്തെ ഇല്ലായ്മ ചെയ്യണമെന്ന് എവിടെയെങ്കിലും പറയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കുറേ നാള് ഒരു പാവം പിടിച്ച മനുഷ്യന് 25 വർഷം നിങ്ങൾ ജയിലിനകത്തിട്ട് പീഡിപ്പിച്ചായിരുന്നു. ആ മനുഷ്യൻ ചെയ്ത തെറ്റെന്താണ് എന്ന് പോലും തെളിയിക്കാൻ ഇന്നും ആയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത്രയും ആ മനുഷ്യന്റെ യൗവനവും അദ്ദേഹത്തിന്റെ ജീവിതവും എല്ലാം തൊലച്ച് കുട്ടിച്ചോറാക്കിയിട്ടും ഇന്നും നീയൊക്കെ വിളിക്കുന്നത് തീവ്രവാദി എന്നാ. ആ മനുഷ്യനെ നമ്മുടെ നീതിന്യായ പീഠമായിട്ടുള്ള സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ച് ഇപ്പൊ അദ്ദേഹത്തിനെ വിട്ടു. ഇപ്പൊ അദ്ദേഹം ഒരു ജീവച്ഛവമായിട്ടിരിക്കുന്നുണ്ട്. ആരും അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാനോ മിണ്ടാനോ തയ്യാറാകുന്നില്ല. അന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ചുറുചുറുക്കുള്ള ഒരു സമയത്ത് എന്താണ് അന്ന് അദ്ദേഹം പറഞ്ഞത്, അതാണ് ഇന്ന് നമ്മൾ ഈ 2025 അവസാനിച്ച് 26 കയറുമ്പോൾ പോലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും സത്യമാണ് എന്ന് ഇന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പം അൻസാരി സുഹൈരി ഉസ്താദിനെ പോലുള്ള മതപണ്ഡിതന്മാർ മതം മാത്രം പറഞ്ഞ് അവിടെ വീട്ടിലിരിക്കുക, നീയൊക്കെ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന്, നീയൊക്കെ കാണിക്കുന്ന ചെറ്റത്തരമൊന്നും മിണ്ടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതങ്ങ് നീ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നേ ഞാൻ പറയത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ നിങ്ങൾ മൊത്തം ഒന്ന് കാണണം. കാരണം ഇവൻ എന്താണ് അൻസാരി ഉസ്താദിന് കൊടുക്കാൻ പോകുന്ന മറുപടി, നമ്മുടെ സഹോദരൻ കൊടുക്കുന്ന മറുപടിയൊക്കെ കേട്ടോ. പാവം പിടിച്ച ക്രൈസ്തവ സമൂഹത്തെ ഒറ്റുകൊടുത്ത് അവരെ അവഹേളിക്കുകയും ചെയ്യുന്ന 1ാം നമ്പർ ഫ്രോഡാണ് നീ എന്ന് 100 വട്ടം ഇനിയും ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോയിലേക്ക് പോവാം. പീറ്ററെ കുറിച്ചാണ്, കാസയുടെ മുത്തുമണി കെവിൻ പീറ്ററെ കുറിച്ച്. ഈ കെവിൻ പീറ്റർ നമ്മൾ അൻസാരി ഉസ്താദിനെതിരെ ഒരു ആഞ്ഞടിക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്മൾ അൻസാരി ഉസ്താദിനെതിരെ സംഘപരിവാറും ക്രിസംഖ്യകളും കൂടി സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ആ അറ്റാക്കിന് അവരെ പ്രേരിപ്പിക്കുന്നത് എന്താ വെച്ചാൽ അൻസാരി ഉസ്താദിന് ഞാൻ അടങ്ങുന്ന ഹിന്ദു സമൂഹത്തിൽ നിന്നും ക്രൈസ്തവ സമൂഹത്തിൽ നിന്നും കിട്ടുന്ന ഭയങ്കരമായ ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹം കാണുമ്പോൾ നമ്മൾ ഈ കാസകൾക്കും സംഖ്യക്കും വല്ലാണ്ടങ്ങ് കുരുപൊട്ടുന്നത്. നമുക്ക് എന്തായാലും കാസയുടെ പൊന്നോമന പുത്രൻ കെവിൻ പീറ്റർ അൻസാരി ഉസ്താദിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഘട്ടം കേട്ടിട്ട് വരാം. ഒരു ഇസ്ലാമിക മതപണ്ഡിതന്റെ കുറച്ച് വാക്കുകൾ ഞാൻ നിങ്ങളെ ആദ്യം കേൾക്കും. അങ്ങനെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഒരു മണ്ണാങ്കട്ടം ചെയ്യാത്ത നിങ്ങളാണോ ഞങ്ങളോട് ഈ രാജ്യം വിട്ട് പോകാൻ പറയുന്നത്? ഞങ്ങൾ ഈ രാജ്യത്ത് പോകണമെങ്കിൽ ഈ രാജ്യത്ത് ഞങ്ങളുടെ മുൻഗാമികൾ ഉണ്ടാക്കിയ പൈതൃകങ്ങൾ മുഴുവനും ഞങ്ങൾ അതും കഷ്ടപ്പെട്ട് കൊണ്ടു പറഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ മിനിസ്റ്റർ ചർച്ചിലെ പെണ്ണുമ്പോൾ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത ഒരു സാധനം നിങ്ങളുടെ കൈ ഉണ്ടാവില്ല. അതുകൊണ്ട് മര്യാദക്ക് വർത്തമാനം പക്ഷം കേട്ടല്ലോ. ഇത് മാത്രമല്ല വേറെയും ഉണ്ട്. മുജാഹിദ് ബാലുശ്ശേരി, ഹാരിസ് മദനി ഉസ്താദ്, പിന്നെ വാസിം അൽ ലിഖിമി, എം അക്ബർ, ഇവരൊക്കെ മറ്റു മതസ്ഥരെ അവഹേളിക്കുന്നത് അവസാനിപ്പിച്ചപ്പോൾ ചില പുതിയ ആളുകൾ ഇത്തരം അവഹേളനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നാം ഇവർക്കെതിരെ പോലീസിൽ പരാതി കൊടുത്തുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഈ കേരളത്തിൽ അവർക്കെതിരെ കേസുകൾ എടുക്കില്ല. മറിച്ച് നമ്മുടെ ഭാഗത്തു നിന്നാണ് എന്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ പെട്ടെന്ന് തന്നെ കേസെടുക്കും, നമ്മൾ അറസ്റ്റ് ചെയ്യും. നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത്തരക്കാർക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. അതുകൊണ്ട് ഈ ലെക്കത്തിൽ ഈ മുസ്ലിം മറുപടിന്റെ പരാമർശങ്ങൾക്കുള്ള ക്രൈസ്തവ അവഹേളനങ്ങൾക്കുള്ള മറുപടിയാണ്. ദയവായിട്ട് ഈ വീഡിയോ പൂർണ്ണമായി കാണും. എന്തോ കെവിൻ പീറ്റർ എന്താ പറഞ്ഞ ക്രൈസ്തവരെ അവഹേളിക്കുന്നതോ? എന്റെ കെവിൻ പീറ്ററെ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവരെ അവഹേളിക്കുന്നത് അത് നീയാണ്, നീ മാത്രമാണ്. എന്തിന് സംഘികൾ പോലും അക്കാര്യത്തിൽ നിന്റെ പിന്നിലേ വരൂ. അതായത് ഉത്തരേന്ത്യയിൽ നിന്റെ സമുദായമായ ക്രൈസ്തവർക്ക് നേരെ സംഘപരിവാർ ആക്രമണം നടത്തുമ്പോൾ നീ എന്താണ് പറയുന്നത്? ആ ക്രൈസ്തവർ മതം മാറ്റാൻ നോക്കിയിട്ടാണ് അവർക്ക് നേരെ ആക്രമണം നടക്കുന്നല്ലേ? അങ്ങനെ സ്വന്തം സമുദായത്തെ അവഹേളിക്കുന്നത് നീയാണോ അൻസാരി ഉസ്താദിനെ കുറ്റം പറയാൻ നിൽക്കുന്നത്? അൻസാരി സുഹാരി ആലപ്പുഴ
കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മുസ്ലിം മതപണ്ഡിതനാണ് മണ്ണഞ്ചേരി സ്വദേശിയായ അൻസാരി സുഹാരി എന്ന് പറയുന്ന ഉസ്താദ്. ഈ അൻസാരി ഉസ്താദ് സ്വന്തം സമുദായത്തിന് വേണ്ടി സാമൂഹ്യപരമായ വിഷയങ്ങളിൽ ഉൾപ്പെടെ ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കും പുരോഹിതർക്കും ബിഷപ്പുമാർക്കെതിരെ നിരന്തരം പ്രതികരിക്കാറുണ്ട്. തന്റെ അക്കൗണ്ടിൽ മാത്രമല്ല, അദ്ദേഹം ഓടി നടന്ന് പല സ്ഥലത്തും കമന്റുകൾ ഇടാറുണ്ട്. കാസ എന്ന് പറയുന്ന സംഘടനയും അൻസാരി ഉസ്താദിന്റെ സ്ഥിരം ഒരു വേട്ടമൃഗമാണ്. എല്ലാവർക്കും പ്രതികരിക്കാൻ അവകാശമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അൻസാരി ഉസ്താദിന്റെ സരസമായ സംഭാഷണങ്ങളെ വലിയ ഗൗരവം കൊടുക്കാതെ വിടുകയാണ് പറഞ്ഞത്. എന്നാൽ പി സി ജോർജ് അറസ്റ്റിലായതിന് കാരണമായി മാറിയ ആ ചാനൽ ചർച്ചയെ തുടർന്ന് പി സി ജോർജിന്റെ ഒരു പരാമർശത്തെ എടുത്തുകൊണ്ട് ഒരു ഉസ്താദ് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുണ്ടായി. അപ്പൊ ഞങ്ങൾ മുസ്ലിങ്ങളൊക്കെ ഭീകരവാദികളും തീവ്രവാദികളൊക്കെ ഞങ്ങൾ ഈ രാജ്യം വിട്ട് പോകണം. ഓക്കെ, ശരി. അപ്പൊ എവിടെ പോകുന്നത്? പാകിസ്ഥാനിൽ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഈ പാകിസ്ഥാനിലേക്ക് പോകുമ്പോഴേ ഞങ്ങളുടെ മുൻഗാമികളാകുന്ന കുറച്ച് ഭീകരവാദികളും തീവ്രവാദികളുണ്ടല്ലോ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ അവരുടെയൊക്കെ ഓർമ്മകൾ ഇവിടെ നിലനിൽക്കാൻ അവർ ഉണ്ടാക്കി വെച്ച ചില ചരിത്ര സ്മൃതികളുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ അന്ന് എടുത്തുകൊണ്ട് പോയിക്കോട്ടെ. കാരണം ഈ ഭീകരവാദികളുടെ ഓർമ്മകളൊന്നും ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ടേ. അപ്പൊ എന്ന് വരുമ്പോൾ ഞങ്ങൾ ഏതായാലും താജ്മഹൽ ഞങ്ങൾ കൊണ്ടുപോകാം. കുത്തുമിനാറിഞ്ഞെടുത്ത്, ചാർമിനാറിഞ്ഞെടുത്ത്, മുഗൾ ഗാർഡനിഞ്ഞെടുത്ത്, ഫത്തേപൂർ സിക്രിഞ്ഞെടുത്ത്, ആഗ്ര കോട്ടഞ്ഞെടുത്ത്, അതുപോലെ തന്നെ ചെങ്കോട്ടയും ഞങ്ങൾ എടുത്തു. ഞങ്ങൾ പോവാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഒരു സാധനം എടുക്കാൻ മറന്നുപോയി. പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് നഗരം കൂടി എടുക്കുക. കാരണം എന്താ, ഈ മുർഷിദാബാദ് നഗരം കണ്ടിട്ട് ബ്രിട്ടീഷ് വൈസ്രോയി റോബർട്ട് പറഞ്ഞൊരു വാക്കുണ്ട്. മുർഷിദാബാദ് നഗരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ ലണ്ടൻ സിറ്റി ഒന്നുമല്ല. അങ്ങനെ രാജ്യത്തിന്റെ പൈതൃകം അല്ലെങ്കിൽ രാജ്യത്തിന്റെ യശസ് ഉയർത്തിയ ഒട്ടേറെ സംഭാവനകൾ ഞങ്ങളുടെ മുൻഗാമികളായ ഭീകരവാദികളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോകുമ്പോൾ വെറുതെ കൂടി ഞങ്ങൾ പോകില്ല, അതിലൊക്കെ എടുത്തിട്ടേ പോകുള്ളൂ. അല്ല പി സി ജോർജ്, ഈ നിങ്ങളുടെ കൂട്ടക്കാരെങ്കിലും ഇന്ത്യ മഹാരാജ്യത്തിന് എന്തെങ്കിലും സംഭാവനിച്ചിട്ടുണ്ട്? അങ്ങനെ കുറെ നാളുകാരിക്കും എന്തെങ്കിലും ഉണ്ടെങ്കിലും പറഞ്ഞു കേൾക്കട്ടെ. ഈ വിൻസ്റ്റൺ ചർച്ചിന്റെ ഭാര്യയുടെ അണ്ടർ ഗാർമെന്റ് അല്ലാത്ത എന്തെങ്കിലും ഉണക്കാനിട്ട് തിരിച്ചെടുത്ത് പോകാൻ മറന്നല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ അവിടെ? തലക്കെടുത്ത് നോട്ടനെ നീ ചോദിക്കാം. അതല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പറയണം. നിങ്ങൾ എന്താണ് ഈ രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്തത്? നാണമില്ല പി സി ജോർജ്? ചോദിക്കുക, നാണവും മാനും ഉടുപ്പില്ലേ? ഞാൻ ആ വേഷത്തിന്റെ ആ പ്രധാനപ്പെട്ട തലപ്പാളത്ത് മാറ്റാൻ വേണ്ടി ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഞാൻ ഈ ഭാഷ ഉപയോഗിക്കാറില്ല. നാണവും മാനവില്ല. ഈ രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ഹിന്ദുവും മുസൽമാനും കൈകോർത്ത് പിടിച്ചുണ്ടാക്കി ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരുവിധ പങ്കുമില്ലാത്ത നിങ്ങൾക്ക് എന്തിനേറെ ഈ 800 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച മുസ്ലിമീങ്ങൾ 200 വർഷം ബ്രിട്ടീഷുകാരാകുന്ന ചില പ്രത്യേക വിഭാഗക്കാർ ഭരിച്ചു തീരുന്നതിന് മുമ്പ് അവർക്കെതിരെ ഇന്ത്യയിലെ വലിയൊരു ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ ഒറ്റക്കെട്ടായി സമരം ചെയ്ത് ഓടിക്കേണ്ടി വന്നു. അവർക്കൊക്കെ മതമുണ്ടെന്നേ. ഈ സാക്ഷാൽ വിൻസ്റ്റൺ ചർച്ചിൽ 1945 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പശ്ചിമ ബംഗാളിൽ പ്രതിവർഷം ലക്ഷക്കണക്കിന് മനുഷ്യർ പട്ടിണി കൊണ്ട് മരിക്കുന്നു. എങ്ങനെ പട്ടിണി കൊണ്ട് മരിച്ചത്? ഈ രാജ്യത്തിന്റെ വിഭവ സമ്പത്ത്, ഈ രാജ്യത്തിന് മുഴുവൻ കൂട്ടാനുള്ള വിഭവ സമ്പത്ത് പശ്ചിമ ബംഗാളിൽ മാത്രം സംഭരിക്കാൻ കഴിയും. അത്രയും നല്ല വിളനിലമാണ്, കൃഷിയുടെ വിളനിലമായ പശ്ചിമ ബംഗാളിൽ നിന്ന് ആ ഭക്ഷ്യവസ്തുക്കൾ മുഴുവൻ കൊള്ളയടിച്ച് സ്വന്തം രാജ്യത്തെ കൊണ്ടുപോയി. അതൊരു പരാതിപ്പെടാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് കത്ത് അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ വിൻസ്റ്റൺ ചർച്ചിൽ കൊടുത്ത് അദ്ദേഹം പറഞ്ഞോ, അവർക്ക് പൂച്ചാകട്ടെ, കാട്ട് മുയലുകൾ പെറ്റുപെരുകുന്ന പോലെ പെറ്റുപെരുകുന്ന വെറും മൃഗങ്ങളാണ് ഇന്ത്യക്കാരി എന്ന് പറഞ്ഞത് ചരിത്രത്താളിൽ നിന്ന് കാണിച്ചാൽ കഴിയും. അങ്ങനെ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഒരു മണ്ണാങ്കട്ടം ചെയ്യാത്ത നിങ്ങളാണോ ഞങ്ങളോട് ഈ രാജ്യം വിട്ട് പോകാൻ പറയുന്നത്? ഞങ്ങൾ ഈ രാജ്യത്ത് പോകണമെങ്കിൽ ഈ രാജ്യത്ത് ഞങ്ങളുടെ മുൻഗാമികൾ ഉണ്ടാക്കിയ പൈതൃകങ്ങൾ മുഴുവനും ഞങ്ങൾ അതും കഷ്ടപ്പെട്ട് പോകുള്ളൂ. പറഞ്ഞു മനസ്സിലായി? നിങ്ങൾക്ക് എടുക്കാൻ വിൻസ്റ്റൺ ചർച്ചിലെ പെണ്ണുമ്പോഴും അണ്ടർ ഗാർമെന്റ് അല്ലാത്ത ഒരു സാധനം നിങ്ങളുടെ കൈ ഉണ്ടാവില്ല. അതുകൊണ്ട് മര്യാദക്ക് വർത്തമാനം. ഈ മുസ്ലിം മതമൗലികവാദ ഭീകരവാദികൾ അവരൊരിക്കലും ആശയത്തെ ആശയം കൊണ്ട് നേരിടും, അവർ ആശയത്തെ ആയുധം കൊണ്ടേ നേരിടും. അപ്പം അതേ രീതിയിൽ തന്നെയാണ് പി സി ജോർജ് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ നടത്തിയ പരാമർശങ്ങൾക്ക് അദ്ദേഹത്തെ ബിജെപിയുടെ നേതാവിനെ കൊടുക്കുന്ന മറുപടി എന്ന നിലയിൽ അതേ രീതിയിൽ മറുപടി കൊടുക്കുന്നതിന് പകരം അദ്ദേഹത്തെ ഒരു ക്രിസ്ത്യാനിയായി കണ്ടുകൊണ്ട് ലഭിച്ച ഒരു അവസരം പരമാവധി മുതലെടുക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യൻ സമുദായത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുകയാണ്. എന്റെ കെവിൻ പീറ്ററെ, പി സി ജോർജിനെ ഒന്ന് ക്രൈസ്തവനായിട്ട് അൻസാരി ഉസ്താദ് കണ്ടില്ല. അത് നിന്നെയും ക്രൈസ്തവനായിട്ട് അൻസാരി ഉസ്താദ് കണ്ടില്ല. നിന്നെ അൻസാരി ഉസ്താദ് മാത്രമല്ല, ഞാനും ഒന്ന് ക്രൈസ്തവനായിട്ട് കണ്ടിട്ടേ ഇല്ല. അതായത് നിന്നെയൊക്കെ കണ്ടിട്ടുള്ളത് ക്രൈസ്തവരെ ഒറ്റുകൊടുക്കുന്ന യൂദാസായ ക്രിസ്ത്യാനികൾ മാത്രമായിട്ടാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഇവനൊക്കെ ഊത്തലെടുക്കാതിരിക്കുന്ന? സംഘപരിവാർ കൊടുക്കുന്ന ഉച്ചിഷ്ടം മാത്രം തിന്നിട്ട് സ്വന്തം അസ്തിത്വം ഇവരുടെ കാൽ കീഴി കൊണ്ട് പണയം വെച്ചിട്ട് നട്ടെല്ല് വളച്ചു നിൽക്കുന്ന ഈ വൃത്തികെട്ട ഊളകളൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു പുല്ലും സംഭാവന ചെയ്തിട്ടില്ലെന്ന് ഉസ്താദ് പറയുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ രോഷാകുലരാകും. നല്ലൊരു മറുപടി ഇനി സ്വപ്നത്തിൽ മാത്രമേ ഈ വേട്ടാവളിയന് കിട്ടാനുള്ളൂ അല്ലേ? ഒരു ഉസ്താദിന്റെ ഒരു സാധനവും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുക. എടോ, ഇവിടെ ഒരു ഹൈന്ദവനെ ഒരു ക്രൈസ്തവനെ അവഹേളിക്കാൻ ഒരു യഥാർത്ഥ മുസൽമാനായി ജനിച്ചിട്ടുള്ള ഒരാൾക്ക് സാധിക്കത്തില്ല. ഉസ്താദ് പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഡിഫെൻഡ് ചെയ്യാൻ നിന്റെയൊക്കെ വല്ലതും ഉണ്ടോ? ഈ രാജ്യത്ത് 800 വർഷത്തോളം മുഗൾ ചക്രവർത്തിമാര് ഭരിച്ച് അവർ ഈ രാജ്യത്തിന് സംഭാവന നൽകിയ മൊത്തവും അത് അവിടുന്ന് അപ്പാടെ തുടച്ചു മാറ്റി അവിടെ ഈ രാജ്യത്തിന് ഒരു ഗുണവും ഇല്ലാത്ത സംഘപരിവാർ തീവ്രവാദികളെ, അതായത് രാഷ്ട്രപിതാവിന്റെ കാതകന്റെ വരെ പേര് ഇൻക്ലൂഡ് ചെയ്ത് ഇതെല്ലാം മായ്ച്ചു കളയാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാറികൾക്ക് വേണ്ടിയാണ് നിന്നെപ്പോലുള്ള ആളുകൾ ഇവിടെ വന്നുകൊണ്ട് കുരയ്ക്കുന്നത്. അല്ലാതെ ഇവിടുത്തെ ക്രൈസ്തവനെയും ഇവിടുത്തെ ഹൈന്ദവ മതത്തെയും അവഹേളിക്കുന്ന ഇവിടുത്തെ മുസൽമാന്മാരല്ല, സംഘികളും കാസായിട്ടുള്ള നിന്നെപ്പോലുള്ള ഊളകളാണ്. അത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും രണ്ടുപേർക്കും എൻ്റെ ബിഗ് സല്യൂട്ട്. ഇതുപോലെയൊക്കെ അസ്ഥാനത്ത് മറുപടി എടുക്കുമ്പോൾ ഇവനിക്കൊക്കെ ഊത്തലുണ്ടാകും. അപ്പോൾ ആ ഊത്തൽ കാണാൻ ഒരു രസം തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ വീഡിയോയുടെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക. അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണും. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.